ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇടിച്ചക്ക കൊണ്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വയ്ക്കുക. ഒരു കുക്കറിലേക്ക് ഒരു 2 കൈപ്പിടി പരിപ്പിട്ടിട്ട് നമ്മൾ നോർമൽ സാമ്പാറിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആക്കിയിട്ട് അതിനെ വേവിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ തേങ്ങ ചിരവിയത് അത് ഒരു 2 കൈ കൊണ്ട് നുള്ളി ഇട്ടാൽ മതി. അത്രമാത്രം ഒരുപാട് തേങ്ങ വേണ്ട. അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക്, പിന്നെ കൊത്തമല്ലി അത് മസ്റ്റാണ്. കൊത്തമല്ലി തന്നെ എടുക്കണം, പൊടി എടുക്കരുത്. കൊത്തമല്ലി 2 വിരലിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, കായപ്പൊടി, പിന്നെ കടലപ്പരിപ്പ് അത് മസ്റ്റായിട്ടും വേണം. കടലപ്പരിപ്പ് ഇതേപോലെ തന്നെ 4 വിരൽ വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് കടലപ്പരിപ്പും അതിനകത്തേക്ക് ഇടുക. അത് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വതക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇളം ലൈറ്റ് ബ്രൗൺ, നമ്മൾ തീയലിൻ്റെ പോലെ വറുക്കരുത്. ഇളം ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. വറ്റൽമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനെ വറുത്ത് മാറ്റിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ പരിപ്പ് വെന്തിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഇടിച്ചക്ക, വേവിച്ച് വെച്ച ഇടിച്ചക്ക നമ്മൾ അതിനകത്തോട്ട് ഇടുക. എന്നിട്ടൊരു തവി വെച്ചിട്ട് കുറച്ച് പീസുകൾ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് കഷ്ണം മാത്രമായിട്ട് കിടക്കും. ആ ഉടച്ച ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കുക്കറിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി, വാളംപുളി പിഴിഞ്ഞിട്ട് അതും നമ്മൾ നോർമൽ സാമ്പാറിന് ഒഴിക്കുന്ന പോലെ തന്നെ സാമ്പാറിലോട്ട് ഒഴിക്കുക. അതിന് ശേഷം അത് തള വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒരു കടായോ ചീനച്ചട്ടിയോ എടുത്തിട്ട് അതിനകത്ത് നോർമൽ സാമ്പാർ കടുക് വറുക്കുന്ന പോലെ തന്നെ കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ, കരിവേപ്പിൻ്റെ ഇല ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മീതെ താളിച്ച് ഒഴിക്കുക. അത് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതിൻ്റെ മീതെ വിതറിയിട്ടാൽ മല്ലിയുടെ ഇലയുടെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും അതിനകത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ടേസ്റ്റായിട്ടുള്ള സംഭവമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.